ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിലെ അല്പനേരത്തെ വചനധ്യാനത്തിനായി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 7 വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. പത്തായത്തിൽ നെല്ല് നിറച്ചു കഴിഞ്ഞപ്പോഴാണ് വാച്ച് നഷ്ടപ്പെട്ട കാര്യം കൃഷിക്കാരന് മനസ്സിലായത്. പഴയതായിരുന്നെങ്കിലും വിവാഹ വാച്ചായിരുന്നതിനാൽ അതിനോട് വൈകാരികമായ അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പത്തായത്തിൽ മുഴുവൻ തിരഞ്ഞെങ്കിലും വാച്ച് കണ്ടെത്താനായില്ല. അവസാനം റോഡിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് പറഞ്ഞു, പത്തായത്തിൽ വീണുപോയ എൻ്റെ വാച്ച് തപ്പിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം നൽകും. സമ്മാനം എന്ന് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഓടി പത്തായത്തിനകത്തേക്ക് ഓടിക്കയറി. കുറേ സമയം അവിടെ എല്ലാം നോക്കിയെങ്കിലും വാച്ച് കണ്ടെത്താനായില്ല. എല്ലാവരും തിരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എനിക്കൊരവസരം തരികയാണെങ്കിൽ വാച്ച് കണ്ടുപിടിക്കാം. കൃഷിക്കാരൻ സമ്മതിച്ചു. അല്പസമയം കഴിഞ്ഞ് അവനെത്തുമ്പോൾ അവൻ്റെ കയ്യിൽ വാച്ചുണ്ടായിരുന്നു. കൃഷിക്കാരൻ അത്ഭുതമായി. കുറേ പേർ ശ്രമിച്ചിട്ട് നടക്കാത്തത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് സാധിച്ചത്? അയാൾ ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അല്പസമയം ശാന്തനായി അവിടെ ഇരുന്നു. ആ നിശബ്ദതയിൽ വാച്ചിൻ്റെ സൂചിയുടെ ടിക് ടിക് ശബ്ദം കേട്ടു. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശാന്തത നിറഞ്ഞ ഒരു മനസ്സ് അനിവാര്യമാണ്. ശാന്തമായ ഹൃദയത്തോടെ എടുക്കുന്ന തീരുമാനമാണ് വിജയത്തിൽ എത്തുന്നത്. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ എല്ലാം നഷ്ടമായി പോയി എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നും അല്പസമയം വേറിട്ട് ദൈവവചനവുമായും പ്രാർത്ഥനയുമായും നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിൻ്റെ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ വേറിട്ട് ദൈവവചനവുമായും പ്രാർത്ഥനയുമായി ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ആ ഏകാന്തതയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.